കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളുടെ വാർത്ത സാമൂഹ്യക്ഷേമ പെൻഷൻ എന്താക്കുന്നതാണ് 1200 ആക്കുന്നതാണ്. ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല, നമുക്കറിയില്ല. തീരുമാനങ്ങൾ വരട്ടെ. നവംബറിൽ നിന്ന് നിയമസഭ വിളിച്ചിട്ടുണ്ട്. നോക്കുമ്പോഴുണ്ട് ഒരു ചാനലിൽ നിന്ന് UDF-ന്റെ കൺവീനറെ വിളിച്ചു. അപ്പൊ നമ്മുടെ കൺവീനറായിട്ട് നമ്മൾ വിളിക്കാതെ UDF-ന്റെ കൺവീനറെ വിളിച്ചു. അത് 1600 രൂപ ഈ നവംബർ മാസം മുതൽ 1800 ആക്കി കൊടുക്കാം എന്നുള്ളതാണ് പ്രഖ്യാപനം. എന്താ നിങ്ങളുടെ പ്രതികരണം? ശുദ്ധ മര്യാദകളാണ് അല്ലേ? അപ്പൊ നമ്മൾ ഞെട്ടി. നമ്മളല്ല ഞെട്ടിയത്, നമുക്കിത് പുതുമയുള്ളതല്ല. ആങ്കർ ഞെട്ടി. ആങ്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറല്ല, ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആളെയല്ല. ആങ്കർ തിരികെ ചോദിച്ചു, അതല്ല, അവര് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനല്ലേ. ഇനി മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടെങ്കിലും ഈ 62 ലക്ഷം കുടുംബങ്ങൾ കോൺഗ്രസുകാരും സാധാരണക്കാരും ലീഗുകാരും ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ 1800 വീതം കിട്ടുക എന്നുള്ളത് നല്ല കാര്യമല്ലേ? അപ്പൊ പറയുകയാണ് തെരഞ്ഞെടുപ്പ് പത്രികയുടെ മറവിൽ മര്യാദകൾ കാണിക്കാൻ പാടില്ല. ഇതാണ് പ്രതികരണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഏത് വിധത്തിൽ എത്തിയിരിക്കുന്നു ഈ സംഘം. ശ്രദ്ധിച്ചാൽ മതി. പിണറായി വിജയൻ ഏതെങ്കിലും ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ അന്നൊരു സംഘമുണ്ട് കോൺഗ്രസ്. ഇത് ഞങ്ങളുടെ അപ്പൂപ്പനിട്ട കല്ലാണ്, അല്ലെ ഞങ്ങളുടെ മുത്തച്ഛി കണ്ട സ്വപ്നമാണ്. അവരാണ് ഇതിന്റെ പ്ലാൻ തയ്യാറാക്കിയത്, അവരാണ് ഇതിന്റെ സ്ഥലം കണ്ടെത്തിയത്, അല്ലെങ്കിൽ അവരാണ് ഇതിന്റെ DPR തയ്യാറാക്കിയത്. അതുകൊണ്ട് ഞങ്ങളുടെ അപ്പൂപ്പനാണ് ഇതിന്റെ കല്ലിട്ടത്. അതുകൊണ്ട് നിങ്ങളെ അല്ല. ഇങ്ങനെ സംഘപ്പുണ്ട്. എന്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ ഇതാണ് ഞങ്ങളാണ് ഇല്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കൃതിയെ പരാമർശം എടുത്താൽ ഞങ്ങൾ 8 കാലം മുമ്പ് എന്നൊക്കെ പറയാം. നമ്മളിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രത്യേകത എന്താണ്? അങ്ങനെ പറയാനെങ്കിലും 2 കല്ലിട്ടോ വയനാട് 430 വീട് എന്ന പച്ചക്കള്ള ആകെ 408 പേർക്ക് വീട് വേണ്ടു. അതാണ് മറ്റൊരു കാര്യം. ഇപ്പൊ 408 വീടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ജനുവരിയിൽ അത് കൊടുക്കുകയും ഇവരൊക്കെ 430 ഓർമ്മിക്കണം. ഇവർ പ്രതിപക്ഷത്തിരുന്നിട്ടാണില്ല. ഈ സംഘം ആവശ്യപ്പെടുന്നത് ഈ സംഘത്തെ കേരളത്തിന്റെ ഭരണമേൽപ്പിക്കണമെന്നാണ്. പ്രതിപക്ഷത്തിരുന്നിട്ട് വയനാട്ടിലെ 500 പേരുടെ മരണപ്പെട്ട മനുഷ്യരുടെ പേരിൽ കോടികൾ കട്ടുപിടിച്ച തസ്കര സംഘമായിട്ട് കേരളത്തിലെ UDF നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവന്മാരുടെ കയ്യിലായിരുന്നു ഭരണമെങ്കിലോ സെക്രട്ടേറിയറ്റിന് 4 വീല് ഘടിപ്പിച്ച് അത് വീട്ടിൽ കൊണ്ടുപോകില്ല 4 കണ്ടു. ഇതായിരിക്കില്ല നമ്മുടെ നാടിന്റെ അവസ്ഥ. ഈ തസ്കര സംഘത്തെ ഭരണം ഏൽപ്പിക്കണമെന്നാണ് ഇവന്മാർ. വടകരയുടെ മുൻ MP നമ്മുടെ ലീഡറുടെ മകൻ പറഞ്ഞു 2 ദിവസങ്ങൾക്ക് പറയുന്നത്. ഇതൊക്കെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സംഭാവനയല്ലേ? ഈ ആരോഗ്യ രംഗത്തിന് കിടന്നപക്ഷക്കാർക്ക് എന്ത് സംഭാവന? ഇതാണ് പറഞ്ഞത്. കാരണം എന്താ? രാജകുടുംബത്തിന്റെ സമയത്ത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ടായിരുന്നു. എന്താ രാജകുടുംബത്തിന്റെ സംഭാവന? അതാണ് ഡോക്ടർ പൽപ്പൂർ നേരിടേണ്ടി വന്ന അനുഭവം. വൈദ്യശാസ്ത്രം പഠിക്കാൻ മദ്രാസിയിൽ പോയി MBBS മാസമായി കേരളത്തിൽ വന്നു. അപ്പൊ തിരുവനന്തപുരത്ത് ആശുപത്രി ജോലി ചെയ്യാൻ വന്നപ്പോഴോ ആ രാജകുടുംബം പറഞ്ഞ് ചെത്താൻ പൊക്കും. ഈ MBBS-കാർക്ക് കൂടെ പ്രവേശിക്കുക. ആ രാജകുടുംബത്തെ അപ്രസക്തമാക്കിയത് ആരാണ്? അതിന്റെ നട്ടം ലഭിച്ചത് ആരാണ്? ആ ചരിത്രത്തെ പഴയകഥയാക്കിയത് ആരാണ്? 2023 എത്തിയപ്പോൾ കേരളത്തിൽ എല്ലാ വിഭാഗത്തിൽ വരുന്ന ആരോഗ്യ മേഖലയിലെ ഗവേഷകരുടെ പഠനം ആഗ്രഹിക്കുന്ന മിടുമിടുക്കന്മാരായ പ്രതിഭകളും ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന മെഡിക്കൽ സയൻസിലെ ആകാശ സമാനമായ പ്രതിഭയുള്ള കുട്ടികൾക്ക് ഗവേഷണ കേന്ദ്രത്തിനായി തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനം ആരംഭിച്ച കേരളത്തിലെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിന് 2023-24 പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ആ ഗവേഷണ സ്ഥാപനത്തിന്റെ പേര് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജകുടുംബം കേരളത്തിൽ നാട്ടിയോടിക്കാൻ ശ്രമിച്ച ഈഴവ സമുദായത്തിൽ നിന്ന് ഡോക്ടർ ബിരുദം പാസ്സായി കേരളത്തിന്റെ മണ്ണിൽ ആദ്യം ചുവടുറപ്പിച്ച ഡോക്ടർ പൽപ്പൂരിന്റെ പേരിലുള്ള ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു 2023-24 കേരളത്തിലെ 2ാം പിണറായി സർക്കാർ അതിന്റെ നാദവായി മുഖ്യമന്ത്രി ആദ്യം വന്നു. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ അപ്പോഴത്തെ പ്രസിഡന്റ് ഈ പത്രക്കാരേക്ക് വിളിച്ചു. ഇപ്പൊ മാധ്യമങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണ്, നമ്മളെ പോലല്ല. ഓടിക്കൊണ്ടത് മൈക്ക് വെച്ചു, മൈക്ക് ഓഫാക്കാൻ. എന്നിട്ട് അയാൾ രഹസ്യമായി ചോദിച്ചു, ഈ DYFI എത്ര വീടാ പറഞ്ഞത്? അവര് 25 പറഞ്ഞു. ഓക്കെ. യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് 30 വീട്. ആ എന്താ സന്തോഷം മാധ്യമങ്ങൾക്ക്. മീഡിയ 1, ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ്, മാതൃഭൂമി, മലയാള മനോരമ അഭിമാനത്തോടുകൂടെ അവർ വാർത്ത എഴുതി. DYFI 25, യൂത്ത് കോൺഗ്രസ് 30. കണ്ടു പഠിക്കുക യൂത്ത് കോൺഗ്രസിനെ കുറിച്ച്. എന്നിട്ടോ അത് മാത്രമായിരുന്നില്ല പ്രഖ്യാപനം. കിൻഡർ ഗാർഡൻ മുതൽ MBBS വരെ വയനാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ ഏറ്റെടുക്കും. 50 വീടുകൾക്ക് വേണ്ട മുഴുവൻ സാധന സാമഗ്രികൾ കൊടുക്കും. ഇതൊക്കെ പോരായിട്ട് അയാൾ പറയുന്നതാണ് കേട്ടോ, തെറ്റിദ്ധരിക്കുന്നത് എന്റെ പ്രയോഗമല്ല, നമ്മൾ കടത്തി പറയുന്നതുമില്ല. അയാളുടെ വാർത്താ സമ്മേളനത്തിലെ വാചകം ഇതൊക്കെ സമയബന്ധിതമായി 2 മാസത്തിനകം ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഒന്ന് കല്ലിടും ഇല്ലേ? ഇവനൊക്കെ എത്ര പിടിച്ചു? ഓരോ മണ്ഡലം കമ്മിറ്റി 8 ലക്ഷം പിടിച്ചു എന്നാണ് പറയുന്നത് ഇല്ലേ? അപ്പൊ അത് യൂത്ത് കോൺഗ്രസിന്റെ കാര്യം.
ചോദിക്കാന്ന് വെച്ചാൽ ആ പ്രസിഡന്റിനെ മാറ്റിക്കണം. പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അയാൾ ചോദിച്ചപ്പോ പറയുന്നു ഇതൊക്കെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമല്ലേ ആണ്. പിന്നെ നീയൊക്കെ എന്താ പൈസ പിടിച്ചത്? സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. പണം വരുന്ന സ്റ്റേറ്റിന് കൊടുക്കണ്ടേ? ഓരോ മണ്ഡലങ്ങൾ മാറ്റി 8 ലക്ഷം വീതം പിടിച്ചു. എന്നിട്ട് ഇവിടേക്ക് ആഫീസിൽ കൊണ്ട് പുട്ടടിച്ചു. എന്നിട്ട് വീടുകൾ ചോദിക്കുമ്പോൾ പറയുകയാണ് അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിന്റെ പേര് പറഞ്ഞ വയനാട്ടിലെ മനുഷ്യരുടെ ധൈര്യത വെച്ച കോടികൾ കട്ടുപിടിച്ചില്ലേ? അത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിൽ മലയാള മനോരമ ആവേശത്തോടുകൂടെ വാർത്ത എഴുതി. ശ്രീലങ്ക തകർന്നു തരിപ്പണമായി. സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്ന് കുത്തുപാളയെടുത്ത ശ്രീലങ്ക തകർന്ന് തരിപ്പണമായതുപോലെ കേരളം മുടിയാൻ പോകുന്നു. ധൈര്യമില്ല മനോരമയുടെ വാർത്ത. ശ്രീലങ്കയിൽ പ്രസിഡന്റിന്റെ കൊട്ടാരം, പ്രക്ഷോഭകാരികൾ കയ്യേറുന്ന ചിത്രം, നീന്തൽക്കുളത്തിൽ കുളിക്കുന്ന ചിത്രത്തെ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ മനോരമ ആവേശം കൊണ്ടു. ശ്രീലങ്കയെ കുറിച്ച് ആയിരുന്നില്ല വാർത്ത. ചിത്രം ശ്രീലങ്കയുടേത്, വാർത്ത കേരളത്തെ കുറിച്ച്. കാരണം എന്താണ്? ശ്രീലങ്ക മുടിഞ്ഞതുപോലെ കേരളം മുടിയും. അതാണ് 2023 ഓണാഘോഷത്തെ സമയത്ത് മനോരമയുടെ വാർത്ത. കാരണം എന്താണ്? പെൻഷൻ 5 മാസം ഒന്ന് കുടിശ്ശികയായി, ട്രഷറി പൂട്ടും, ശമ്പളം മുടങ്ങും, മാവേലിസ്റ്ററും സപ്ലൈകോയും ഇല്ലാതാകും, റേഷൻ കട തകരും, കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ് തകർന്ന് തരിപ്പണമാകാൻ വേണ്ടി പോകുന്നു. ഇതായിരുന്നില്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മനോരമ ആവേശത്തോടുകൂടെ വാർത്ത എഴുതിയത്? ആ വാർത്ത എഴുതിയപ്പോഴോ നമ്മൾ കരുതി കേരളത്തിന് നേർക്ക് ഒരു സാമ്പത്തിക യുദ്ധം രാഷ്ട്രീയത്തിന്റെ ഭാഗമായി യൂണിയൻ ഗവൺമെന്റ് നടത്തുമ്പോ അത് AKG സെന്ററിലേക്ക് അരി വാങ്ങുന്നതിനെ കുറിച്ചുള്ള തർക്കമല്ലല്ലോ. അത് കേരളത്തിന്റെ അതിജീവനത്തെ സംബന്ധിച്ചുള്ള പ്രശ്നമല്ലേ? കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷത യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് RSS ഉയർത്തുന്ന വർഗീയതയും മതനിരപേക്ഷതയും ഏറ്റുമുട്ടുമ്പോ ഞാനും നിങ്ങൾ ആരോടൊപ്പം നിലയുറപ്പിക്കും? ഏത് ചേരി, ഏത് പക്ഷത്ത് നിലയുറപ്പിക്കും? നമ്മൾ പെട്ടവർഗവും അതിൽ ലീഗോ കോൺഗ്രസോ വ്യത്യാസമുണ്ടോ? കാരണം എന്താണ്? ഇത് കേരളത്തിന്റെ സ്വാതന്ത്ര്യത്തിന് എന്ന രാഷ്ട്രീയവും RSSന്റെ വർഗീയതയും തമ്മിലുള്ള യുദ്ധമാണ്. വർഗീയതയും മതനിരപേക്ഷതയും ഏറ്റുമുട്ടുമ്പോ ഒഞ്ചിയത്തും അഴിയൂരും കോഴിക്കോടും കേരളത്തിലും അന്തസ്സുള്ള മലയാളികൾ ആരോടൊപ്പം നിലയുറപ്പിക്കും? നമ്മൾ കരുതി എല്ലാവരും, പതാകകളുടെ നിറവ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും മതനിരപേക്ഷ കേരളത്തോടൊപ്പം നിലയുറപ്പിക്കും. പക്ഷെ കാണേണ്ട വന്ന ദൗർഭാഗ്യകരമായ കാഴ്ച എന്താണ്? ലീഗും കോൺഗ്രസും അതിന് പിന്തുണ നൽകി. സാമ്പത്തിക യുദ്ധമെങ്കിൽ സാമ്പത്തിക യുദ്ധം. കാരണം എന്താണ്? പെൻഷൻ മുടങ്ങും. ഒഞ്ചിയത്ത് സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കൾ ആയിരക്കണക്കിന് ആളുകൾ. അത് യൂണിയൻ ഗവൺമെന്റ് യുദ്ധം പ്രഖ്യാപിച്ച് മുടക്കുക എന്ന് വെച്ചാൽ അതൊരു CPIM പ്രശ്നം മാത്രമല്ലല്ലോ. ഇത് CPIM പ്രശ്നമാണ്, പക്ഷെ അത് മാത്രമല്ലല്ലോ, അതൊരു മാനസിക പ്രശ്നമല്ലേ? വിശാലമായ അർത്ഥത്തിൽ ഒഞ്ചിയത്തുള്ള സാധാരണക്കാരുടെ പെൻഷൻ മുടക്കാൻ അത് RMPയും ലീഗും കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ കാണും. ആ ഗുണഭോക്താക്കളിൽ ആ പെൻഷൻ മുടക്കാൻ യൂണിയൻ ഗവൺമെന്റ് വരുമ്പോ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കൽ, സാധാരണക്കാരായ ഈ നാട്ടിലെ ഗുണഭോക്താക്കളോടൊപ്പം, നിസ്വരായ മനുഷ്യരോടൊപ്പം. പക്ഷെ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? യുദ്ധമെങ്കിൽ യുദ്ധം. പെൻഷൻ മുടക്കിയിട്ടെങ്കിൽ, ട്രഷറി പൂട്ടിയിട്ടെങ്കിൽ, മാനേജിസ്റ്റർ അടച്ചു പൂട്ടിയിട്ടെങ്കിൽ, റേഷൻ കടയ്ക്ക് താടിട്ടിട്ടെങ്കിൽ, ഏത് ഹീനമായ മാർഗം ഉപയോഗിച്ച് കേരളം തകർന്നാൽ അതുവഴി ഉണ്ടാകുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ അതിനിടയിലൂടെ ഞങ്ങൾ അധികാരത്തിലേക്ക്. ഇതായിരുന്നില്ലേ ഈ സംഘത്തിന്റെ ആഗ്രഹം? അനുദിന സാധാരണമായ വെല്ലുവിളികളെ നമുക്ക് നേരിടേണ്ടതായിരുന്നു. ഇന്നയോളം ഇന്ത്യൻ സാഹചര്യത്തിൽ മറ്റൊരു സംസ്ഥാനത്തിലും നേർക്ക് RSS പ്രയോഗിച്ചിട്ടില്ലാത്ത സാമ്പത്തിക യുദ്ധം ഒടുവിലത്തെ ആയുധമായി നമുക്ക് സ്വീകരിക്കേണ്ടതായിരുന്നു. ഇല്ലേ? 4 പതിറ്റാണ്ടുകൾക്ക് മറ്റു പുറകിൽ വെച്ചിട്ടാണ് ഇതേപോലെ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ വെച്ച് ഫിഡലിന്റെ പ്രഭാഷണമുണ്ട്. 48 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അമേരിക്കയുടെ ഉപരോധത്തെ കുറിച്ച്. കാരണം എന്താണ്? സമീകരിക്കാൻ കഴിയുന്നതാണ്. ഒരു രാഷ്ട്രവും ഒരു സംസ്ഥാനം എന്ന നിലയിലല്ല, മറിച്ച് ലോക രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ ക്യൂബ ഉണ്ടാകാൻ പാടില്ല. മാനവിക രാഷ്ട്രീയത്തിന്റെ ബദലനുഭവം ലോക രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ ക്യൂബയുടെ ഉണ്ടാകാൻ പാടില്ല. അതാണ് അമേരിക്കയുടെ ആവശ്യം. അപ്പൊ എന്ത് ചെയ്യുന്നു? ക്യൂബയുടെ കരിമ്പാണോ? വേണ്ട. ക്യൂബയുടെ പഞ്ചസാര ഉൽപ്പന്നങ്ങളാണോ? വേണ്ട. സിഗാറാണോ? പ്രവേശനമില്ല. ഈ ഉപരോധത്തെ നേരിടേണ്ടതായിരുന്നു. ഇതിന്റെ 2 വാചകമുണ്ട്. ഒഞ്ചിയത്തും കോഴിക്കോടും കേരളത്തിലും എല്ലായിടത്തും ഇപ്പോഴും പ്രസക്തജനകമായി ചുവരെഴുത്താക്കേണ്ട വാചകങ്ങളാണ്. ഇതിന്റെ പ്രഭാഷണത്തിലെ വാചകം: ഈ ഉപരോധം ഞങ്ങളെ സംബന്ധിച്ചൊരു കേവല സാമ്പത്തിക പ്രശ്നമല്ല, മറിച്ച് ഞങ്ങളുടെ രാജ്യത്തിന് നേർക്കുള്ള യുദ്ധമാണ്. ഫ്രണ്ട്ലൈൻ ആ സമയത്ത് കവറായി പ്രസിദ്ധീകരിച്ചതിന്റെ വാചകം എന്റെ ഓർമ്മ ശരിയെങ്കിൽ ആ വാക്കുകൾ പ്രകാരമാണ്: ഫിനാൻഷ്യൽ സീഗ് ഈസ് നോട്ട് മിയർലി എ ഫിനാൻഷ്യൽ ക്രൈസിസ് ബട്ട് ഇറ്റ് ഈസ് എ വാർ ഓൺ ക്യൂബ. അതായിരുന്നു ഇതിന്റെ പ്രഭാഷണം. ഈ ഉപരോധം ഒരു കേവല സാമ്പത്തിക പ്രശ്നമല്ല, അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം ആനുകാലികതകൾക്കപ്പുറം
യാഥാർത്ഥ്യജനകമായ ഒരു യുദ്ധമാണ് ഞങ്ങൾക്ക് മേൽ. ലോക രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ ക്യൂബയുടെ ബദൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ യൂണിയൻ ഗവൺമെന്റ് കേരളത്തോട് യുദ്ധം ചെയ്തത് എന്തിനാണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ സഖാവ് CF ഉയർത്തിയ മാനവിക രാഷ്ട്രീയത്തിന്റെ ബദലനുഭവത്തെ സൂര്യശോഭയോടുകൂടെ ശിരസേറ്റുന്ന ഒരു കേരളത്തിന്റെ ബദലനുഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്ന ആയോധന മുറകളുടെ സമസ്ത വഴികളിലൂടെയും സ്വീകരിച്ചിട്ടും തോൽപ്പിക്കാൻ കഴിയാതെ വന്ന കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഒരു സാമ്പത്തിക യുദ്ധം വഴി തകർക്കാൻ കഴിയുമോ? ആ അനുഭവങ്ങൾക്ക് നമ്മുടെ നാട് 2 ആണ്ടുകൾക്ക് മുമ്പ് സാക്ഷ്യം വഹിച്ചപ്പോ അത് ലീഗിന്റെ പിന്തുണ, കോൺഗ്രസിന്റെ പിന്തുണ, ഇടതുപക്ഷ വിരുദ്ധ വഞ്ചക വലതുപക്ഷം എല്ലാ ആളുകളും അതിൽ RSSനോടൊപ്പം ചേർന്നു. കാരണം എന്താണ്? ഇന്നത്തെ ദിവസം നിങ്ങൾ ആലോചിക്കുക. ഇപ്പോ ഇവിടെ ഒത്തുചേർന്നതിന് മുമ്പ് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ഏതാണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളുടെ വാർത്ത സാമൂഹ്യക്ഷേമ പെൻഷൻ എന്താക്കുന്നതാണ് 1200 ആക്കുന്നതാണ്. ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല, നമുക്കറിയില്ല. തീരുമാനങ്ങൾ വരട്ടെ. നവംബർ 1 നിയമസഭ വിളിച്ചിട്ടുണ്ട്. നോക്കുമ്പോഴുണ്ട് ഒരു ചാനലിൽ നിന്ന് UDFന്റെ കൺവീനറെ വിളിച്ചു. അപ്പൊ നമ്മുടെ കൺവീനറായിട്ട് നമ്മൾ വിളിക്കാതെ UDFന്റെ കൺവീനറെ വിളിച്ചു. അത് 1600 രൂപ ഈ നവംബർ മാസം മുതൽ 1800 ആക്കി കൊടുക്കാം എന്നുള്ളതാണ് പ്രഖ്യാപനം. എന്താ നിങ്ങളുടെ പ്രതികരണം? ശുദ്ധ മര്യാദകളാണ് അല്ലേ? അപ്പൊ നമ്മൾ ഞെട്ടി. നമ്മളല്ല ഞെട്ടിയത്, നമുക്കിത് പുതുമയുള്ളതല്ല. ആങ്കർ ഞെട്ടി. ആങ്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറല്ല, ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആളെയല്ല. ആങ്കർ തിരികെ ചോദിച്ചു, അതല്ല, അവര് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനല്ലേ. ഇനി മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടെങ്കിലും ഈ 67 ലക്ഷം കുടുംബങ്ങൾ കോൺഗ്രസുകാരും സാധാരണക്കാരും ലീഗുകാരും ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ 1800 വീതം കിട്ടുക എന്നുള്ളത് നല്ല കാര്യമല്ലേ? അപ്പൊ പറയുകയാണ് തെരഞ്ഞെടുപ്പ് പത്രികയുടെ മറവിൽ മര്യാദകൾ കാണിക്കാൻ പാടില്ല. ഇതാണ് പ്രതികരണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏത് വിധത്തിൽ എത്തിയിരിക്കുന്നു ഈ സംഘം. കാരണം എന്താണ്? തെരഞ്ഞെടുപ്പ് പത്രികയെ മുൻനിർത്തിയിട്ട ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ഒഞ്ചിയത്തേക്ക് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ആരെങ്കിലും കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടിനിടയിൽ, ഞാൻ ആവർത്തിക്കുന്നു, ദർശനത്തിന്റെയും പ്രത്യശാസ്ത്രത്തിന്റെയും മുമ്പിൽ വെച്ചിട്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ തൊട്ട ജീവസംബന്ധമായിട്ടുള്ള 7 മേഖലയിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കാം. ഒരു 10 പതിറ്റാണ്ടിനിടയിൽ 2016 ഇവിടെ 2026 ഇവിടെ നിൽക്കുന്നു. ജീവിതത്തെ ചൂണ്ടിക്കാട്ടിയ അനുഭവങ്ങളെ മുമ്പിൽ വെച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കാം. ഈ മര്യാദകേട്, ഈ ശുദ്ധ തെമ്മാടിത്തരം എന്നൊക്കെയുള്ള പ്രയോഗം വരുന്നത് എന്തുകൊണ്ടാണ്? സ്ഥലജല വിഭ്രാന്തിയാണ്. ഇങ്ങനെയൊക്കെയായ പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ എന്തു സംഭവിക്കും? 2026 മെയ് മാസം പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടിയാണ് സ്ഥലജല വിഭ്രാന്തിയിലേക്ക് ഈ സംഘത്തെ നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 4ാം വാർഷികം ആഘോഷിച്ചില്ലേ? വികസന സദസ്സുകൾ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്നു. എവിടെയെങ്കിലും 900 വാഗ്ദാനങ്ങൾ എത്ര നിങ്ങൾ പൂർത്തീകരിച്ചു? എന്തുകൊണ്ട് ചെന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല? ഇതിനെ സംബന്ധിച്ച ഒരു ചോദ്യം, ഒരു വിമർശനം, ഒരു കുറ്റപത്രം ലീഗും കോൺഗ്രസും അടങ്ങുന്ന കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടമഹാസഖ്യം എപ്പോഴെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? എവിടെയുമില്ല. നമ്മൾ മറക്കാൻ പാടില്ല. ഓർമ്മകൾക്ക് അതിവേഗം മറവിയുണ്ടാകുന്ന ഒരു കാലയളവിൽ കൂടെയാണ് നമ്മൾ ഒത്തുചേരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആന്തരമാണെന്ന് എന്റെ ഓർമ്മ. ഏഷ്യാനെറ്റ് ഒരു പോസ്റ്റ്പോൾ സർവേ പ്രസിദ്ധീകരിച്ചു. ഓർമ്മിക്കണം, ഏഷ്യാനെറ്റാണ്. അപ്പൊ അതില് ആങ്കർ പറഞ്ഞു, സർവേ അവസാനിക്കുമ്പോഴാണ് ഈ കണക്കിനാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം നേരിയ വോട്ടിന് ഇടതുപക്ഷം തുടരാനാണ് സാധ്യത. കോഴിക്കോട് പ്രത്യേകിച്ച് ഒഞ്ചിയക്കാരെ മറക്കില്ല. പഴയ 2016 പുറകിലത്തെ ആഭ്യന്തരമന്ത്രിയാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ നേതാവ്. ലക്ഷണമൊപ്പം മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഈ കോഴിക്കോട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അതിന്റെ നേതാക്കന്മാരെ എவ்விധത്തിലുമുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കാൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാവാണ്. മുൻ ആഭ്യന്തരമന്ത്രിയാണ്, കോട്ടയത്തിന്റെ MLA ആണ്, ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവും സ്പോർട്സ് പേഴ്സണുമാണ്. നമ്മൾ കരുതി ഇദ്ദേഹം എന്തെങ്കിലും ഇപ്പോ പത്രികയിലെ കാര്യങ്ങളെ കുറിച്ചോ വാഗ്ദാന രംഗത്തെ കുറിച്ചൊക്കെ ഇപ്പൊ വിശദീകരിക്കും. നമ്മുടെ മൊബൈൽ ഫോണിന്റെ കാലാണ്, ആർക്കൈവ് ഉണ്ട്. എന്താ ഇയാളുടെ പ്രതികരണം? ഇയാൾ പറയുകയാണ്, ഇപ്പോഴത്തെ UDF കൺവീനറുടെ അവസ്ഥ പറയുന്നവരാണ്. അയാൾ പറഞ്ഞത് അതെങ്ങനെ ശരിയാകും? നമ്മൾക്കത് ഇപ്പൊ വിമർശനം ഉന്നയിക്കാൻ പോകും രാഷ്ട്രീയമായി. ഈ ഒരു പ്രളയം വരില്ലേ, ഈ ഒരു കോവിഡ് വരില്ലേ? കാര്യം ആങ്കർ ഏഷ്യാനെറ്റിലെ ആണെങ്കിലും അയാൾ എന്തോ വിട്ടു. കാരണം എന്താ? അയാൾ മനുഷ്യനല്ലേ. ഇനിയൊരു പ്രളയം, ഇയാൾ എന്ത് മനുഷ്യനാണ് എന്ന നിലയിൽ ആങ്കർ ചോദിച്ചു. അപ്പൊ പ്രളയം കോവിഡ് വന്ന ആളുകൾ മരിക്കുമ്പോ അതിനിടയിലൂടെ വണ്ടി ഓടിച്ച സെക്രട്ടറി. ഇതാണ് ഈ സംഘത്തിന്റെ പ്രത്യേകത.
രാഷ്ട്രീയമില്ല, മനുഷ്യ ഇടതുപക്ഷ വിരുദ്ധരുമുണ്ട്. ദുരന്തത്തിനിരയാക്കപ്പെട്ട ഒരു നാട്, ഐക്യ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം ജീവിക്കേണ്ട ഒരു നാട്, അഭിമാനത്തോടെ മലയാളികളുടെ നികുതിയുടെ വിഹിതമായി ചോദിക്കുന്നത് ഒരു പ്രതികരണം കണ്ടോ? കാരണം എന്താ? ആന്ധ്രയിൽ 33 പേർ മരണപ്പെട്ടപ്പോൾ 3000 കോടി കൊടുത്തു. തമിഴ്നാട്ടിൽ 9 ദിവസം മഴ പെയ്തപ്പോൾ 643 കോടി കൊടുത്തു. ഹിമാചൽ പ്രദേശിൽ ഹിമപാതം ഉണ്ടായപ്പോൾ 898 കോടി കൊടുത്തു. പ്രയാഗ്രാജ് ഉൾക്കൊള്ളുന്ന യുപിക്ക് 6000 കോടി കൊടുത്തു. എവർ ലാർജസ്റ്റ് ഡെബ്റ്റ് ഫ്ലോ എന്ന് ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എഴുതിയ കേരളത്തിന് 8-1 അല്ലേ? ആദ്യം മട്ടപ്പൂജ്യം, ഇപ്പൊ 8-1. കാരണം എന്താണ്? ദുരന്തങ്ങളിലാണ് പ്രതീക്ഷ. ഈ ദുരന്തങ്ങളിൽ അതിജീവനം സാധ്യമാകാതെ വരുമ്പോൾ ആ അതിജീവനത്തിന് വേണ്ടിയുള്ള മാനുഷിക പ്രതിഷേധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇടതുപക്ഷം അസ്ഥിരപ്പെടുമ്പോ, ആദരണീയനായ തിരുവഞ്ചൂർ പറഞ്ഞ പോലെ ആളുകൾ മരിക്കുമ്പോ അതിനിടയിലൂടെ അല്ലേ വണ്ടി ഓടിച്ച് സെക്രട്ടറിയേറ്റ്. ഇതാണ് RSS ആവട്ടെ കോൺഗ്രസ് ആവട്ടെ കേരളത്തിലെ വഞ്ചക വലതുപക്ഷം ഇന്ന് ആഗ്രഹിക്കുന്നത് ദുരന്തങ്ങൾ പകർന്നു പോകുന്ന ഒരു കേരളം, ദുരിതത്തിൽ തോറ്റുപോകുന്ന ഒരു ജനതയായി മലയാളി മാറും അല്ലേ? എന്തായിരുന്നു കേരളം സ്വീകരിച്ച സമീപനം? ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് അവസാനിപ്പിക്കുന്നു. ഡിവൈഎഫ്ഐ എന്ത് ചെയ്തു? ഒരു റസീത് അച്ചടിച്ചില്ല. ഒഞ്ചിയത്തെ ഒരു മുതലാളിയെ കണ്ട് ഒരു 10 ലക്ഷം രൂപ എന്നൊരു സംഭാവന വേണം, വയനാട് വീട് പണിയാനാണ്. ഒരു റസീത് അച്ചടിച്ചില്ല. അധ്വാനം വെക്കാൻ അതിന്റെ നേതൃത്വം അതിന്റെ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു. അരക്കോടികളും വരുന്ന ഡിവൈഎഫ്ഐയുടെ അംഗങ്ങൾ ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയും. യുവതി യുവാക്കൾ, ട്രാൻസ്ജെൻഡറുകൾ, വിദ്യാർത്ഥിനികൾ, കൗമാരക്കാർ മീൻ വിറ്റും ആക്രി നിറയ്ക്കുകയും പത്രം ശേഖരിച്ചും കല്ല് ചുമന്നും മണ്ണ് ചുമന്നും ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ മലയാളികളെ അതിജീവനത്തിന് വേണ്ടി ഡിവൈഎഫ്ഐ കൈനീട്ടി. സൈനികരുടെ നായകനായ മാവോയുടെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യങ്ങൾ കവിതയായി മാറും. നിങ്ങൾ ഓർമ്മിച്ചെഴുതി വെച്ചോ, നാളെ നമ്മുടെ തലമുറ ചരിത്ര കൗതുകമുള്ളവരെങ്കിൽ എന്റെയും നിങ്ങളുടെയും മടിയിൽ അവർ ചോദിക്കും, മുത്തച്ഛ മുത്തശ്ശി 2024 കാലയളവിൽ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ ഈ മഹാദുരന്തം കേരളത്തിന് മേൽ ഒരു അശനിപാതം എന്നതുപോലെ പെയ്തിറങ്ങിയിട്ടും നമ്മൾ എങ്ങനെ അതിജീവിച്ചു? ദുരന്തത്തിൽ തോറ്റുപോകാത്ത ഒരു കേരളം, ദുരിതത്തിൽ തകർന്നു പോകാത്ത ഒരു സമൂഹമായി മലയാളി എങ്ങനെ ഉയർന്നുദിച്ചു വന്നു? നിർബന്ധമായും രണോത്സുകമായ ആവേശത്തോടുകൂടെ പറയാൻ ഈ കാലയളവിൽ ഒരു മറുപടി നമുക്കുണ്ടാകും എന്നാണ് പ്രത്യേകത. ഒരു ഭാഗത്ത് RSS എങ്കിൽ മറ്റൊരു ഭാഗത്ത് കേരളത്തിലെ വഞ്ചക വലതുപക്ഷം ഇവർ ഒത്തുചേർന്നു കേരളം അതിജീവിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ആ ഘട്ടത്തിലാണ് നമ്മൾ ഇതിനു വേണ്ടി രംഗപ്രവേശനം ചെയ്യുന്നത്. എന്തായിരുന്നു മലയാളികളുടെ മുമ്പിൽ വയനാടിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ശുഭ്രജീവനം കൈനീട്ടിയപ്പോൾ മലയാളിയുടെ പ്രതികരണം എന്താണ്? മണ്ണ് ചുമന്നും കല്ല് ചുമന്നും മീൻ വിറ്റും ആക്രി നിറയ്ക്കുകയും പത്രം ശേഖരിച്ചും മലയാളത്തിന്റെ ഇടതുപക്ഷ ശുഭ്രജീവനം കേരളത്തിന്റെ മുമ്പിൽ വയനാടിന് വേണ്ടി കൈനീട്ടിയപ്പോൾ അന്തസ്സുള്ള മലയാളി തിരികെ കയ്യിൽ വെച്ചു കൊടുത്ത തുകയെന്ന് പറയുന്നത് അക്കങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാൻ 20,44,689,000 വരുന്ന തുകയാണ് കേരളം തിരികെ വെച്ചുകൊടുത്തത്. 408 വീട് ജനുവരിയിൽ പിണറായി കൈമാറാൻ വേണ്ടി പോകുന്നു. നമ്മൾ തോറ്റുപോയവരാണ് ഇതൊക്കെ പറയുമ്പോൾ അല്ലെ? തോറ്റുപോകുമ്പോൾ എങ്ങനെയാണ്? പലരും കരുതുന്നത് തോറ്റുപോകുമ്പോൾ കൊടി മടക്കി വെച്ച് വീട്ടിൽ പോകണം. അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റില്ലേ, നിങ്ങൾക്ക് എന്താ പ്രസക്തി ചോദിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മളെല്ലാം പറയുന്നത് CH മുമ്പുണ്ടായിരുന്ന ടാഗോറിന്റെ പ്രസിദ്ധമായ കവിവാചകമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിലാണ് എവിടെ ശിരസുന്നതമായിരിക്കുന്നു, എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നു, ആ സ്വാതന്ത്ര്യത്തിന്റെ പരമകോടിയിലേക്ക് എന്റെ രാഷ്ട്രത്തെ നയിക്കണമെന്ന് ടാഗോർ പാടുന്നുണ്ട്. CH ഓർമ്മിക്കാൻ ഇന്ത്യയെ ഒത്തുചേരുമ്പോ ഏത് കനീഭവിച്ച പരാജയങ്ങൾക്ക് ശേഷവും പൊതുജോർ ശേഖരിക്കാൻ, രക്തം നൽകാൻ, ബൂത്തിലിരിക്കാൻ, സ്ലിപ്പ് കൊടുക്കാൻ, പേര് ചേർക്കാൻ, ചുമരെഴുതാൻ, പോസ്റ്ററൊട്ടിക്കാൻ, വീട് കയറാൻ, ഇടവേളകൾ അന്യമായ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട വരുന്നവരാണ് നമ്മൾ. ആ നമ്മൾ ആവർത്തിക്കട്ടെ, തോറ്റുപോകുമ്പോൾ കുനിഞ്ഞു പോകുന്ന ശിരസോട് കൂടിയിട്ടല്ല, മറിച്ച് ഒരു തോൽവിയിലും തോറ്റുപോകാത്ത രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷക്കാർക്ക് CH ഓർമ്മിക്കുന്ന സമയത്ത് ആത്മാഭിമാനത്തോടുകൂടെ ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയും: ഇന്ത്യയിലെ സംഘടിത ഇടതുപക്ഷ വിരുദ്ധ സഖ്യം കേരളത്തെ തകർക്കാൻ ഈ നീതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ഉയർന്നുദിച്ചു വരുന്ന വയനാട്ടിലെ അന്തർദേശീയമായ അതിജീവന കേന്ദ്രത്തിലെ 408 വീടുകളിൽ 30 ലക്ഷം വില ലഭിക്കുന്ന 100 വീടുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ വിയർപ്പാണ്. അതിന്റെ അതിജീവന മാതൃകയാണ് വയനാട് ഉയർന്നു വരുന്നത്. നിങ്ങൾ ആലോചിക്കേ, നമ്മൾ മാത്രമല്ല പണം പിരിച്ചത്. ആരുണ്ട്? ഓർമ്മകൾക്ക് അതിവേഗ മറവി. ഞാൻ അതൊക്കെ സൂചിപ്പിച്ചതാണ്, മറക്കാൻ പാടില്ല.
ഇപ്പൊ വോട്ട് ചോദിച്ചെങ്കിൽ വരും അല്ലെ? ത്രിതല പഞ്ചായത്ത്, നിയമസഭ, കേരളത്തിലെ കോൺഗ്രസ് എന്താ പറഞ്ഞത്? എത്ര വീടാ? മറക്കരുത്, എത്ര വീടാ പറഞ്ഞത്? 100 വീട്. കർണാടക കോൺഗ്രസ് എത്ര പറഞ്ഞു? 100 വീട്. വയനാട് MP നമുക്കൊക്കെ ബഹുമാനമുള്ള ആളാണ്, എത്ര പറഞ്ഞു? അവരും 100 വീട്. അവരുടെ സഹോദരൻ മുൻ MP ഇപ്പൊ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, എത്ര പറഞ്ഞു? അദ്ദേഹം 100 പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന് ഇപ്പൊ വേണ്ടാത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് അതൊക്കെ അന്തസ്സുള്ള മനുഷ്യർ വിലയിരുത്തട്ടെ. അയാൾ എത്ര പറഞ്ഞു? അയാൾ 30 മാത്രമല്ല പറഞ്ഞു. നിങ്ങൾ ഓർമ്മിക്കണം, ഈ ആർക്കൈവ് എടുത്ത് പരിശോധിക്കണം. കാരണം എന്താണ്? DYFI 25 വീട്. നമുക്കറിയില്ലല്ലോ ജനങ്ങൾ എങ്ങനെ നമ്മളോട് സഹകരിക്കും, എത്ര ലക്ഷം, എത്ര കോടി നമ്മുടെ കയ്യിലേക്ക് വരും. നമ്മളെ കഴിയുന്ന ഒരു സംഖ്യ ആദ്യം നമ്മളുണ്ട്. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ അപ്പോഴത്തെ പ്രസിഡന്റ് ഈ പത്രക്കാരെയൊക്കെ വിളിച്ചു. ഇപ്പൊ മാധ്യമങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണ്, നമ്മളെ പോലല്ല. ഓടിക്കൊണ്ടത് മൈക്ക് വെച്ചു, മൈക്ക് ഓഫാക്കാൻ. എന്നിട്ട് അയാൾ രഹസ്യമായി ചോദിച്ചു, ഈ DYFI എത്ര വീടാ പറഞ്ഞത്? അവരൊരു 25 പറഞ്ഞു. ഓക്കെ, യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് 30 വീട്. ആ എന്താ സന്തോഷം മാധ്യമങ്ങൾക്ക്! മീഡിയ വണ്, ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ്, മാതൃഭൂമി, മലയാള മനോരമ അഭിമാനത്തോടുകൂടെ അവർ വാർത്ത എഴുതി. DYFI 25, യൂത്ത് കോൺഗ്രസ് 30. കണ്ടു പഠിക്കുക യൂത്ത് കോൺഗ്രസിനെ കുറിച്ച്. എന്നിട്ടോ അത് മാത്രമായിരുന്നില്ല പ്രഖ്യാപനം. കിൻഡർ ഗാർഡൻ മുതൽ MBBS വരെ വയനാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ ഏറ്റെടുക്കും. 50 വീടുകൾക്ക് വേണ്ട മുഴുവൻ സാധന സാമഗ്രികൾ കൊടുക്കും. ഇതൊക്കെ പോരായിട്ട് അയാൾ പറയുന്നതാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, എന്റെ പ്രയോഗമല്ല, നമ്മൾ കടത്തി പറയുന്നതുമില്ല. അയാളുടെ വാർത്താ സമ്മേളനത്തിലെ വാചകം ഇതൊക്കെ സമയബന്ധിതമായി 2 മാസത്തിനകം ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഒന്ന് കല്ലിടും. ഇല്ലേ? ഇവനൊക്കെ എത്ര പിടിച്ചു? ഓരോ മണ്ഡലം കമ്മിറ്റി 8 ലക്ഷം പിടിച്ചു എന്നാണ് പറയുന്നത്. ഇല്ലേ? അപ്പൊ അത് യൂത്ത് കോൺഗ്രസിന്റെ കാര്യം. ചോദിക്കാന്ന് വെച്ചാൽ ആ പ്രസിഡന്റിനെ മാറ്റിക്കണം. പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അയാൾ ചോദിച്ചപ്പോ പറയുന്നു ഇതൊക്കെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമല്ലേ? ആണ്. പിന്നെ നീയൊക്കെ എന്താ പൈസ പിടിച്ചത്? സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, പണം പിടിച്ച സ്റ്റേറ്റിന് കൊടുക്കണ്ടേ? ഓരോ മണ്ഡലം കമ്മിറ്റി 8 ലക്ഷം വീതം പിടിച്ചു. എന്നിട്ട് ഇവിടേക്ക് ആഫീസിൽ കൊണ്ട് പുട്ടടിച്ചു. എന്നിട്ട് വീടെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിന്റെ പേര് പറഞ്ഞ വയനാട്ടിലെ മനുഷ്യരുടെ ധൈര്യത വെച്ച കോടികൾ കട്ടുപിടിച്ചില്ലേ? അത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല. ഇപ്പൊ പ്രതിപക്ഷ നേതാവിനോട് ഒരാഴ്ച മുമ്പായി ചോദിച്ചു, അദ്ദേഹത്തോട് ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പണിയിപ്പോ. അതാണ് ഒരു കുഴപ്പം. എന്താ? രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നതല്ല, വാർത്താ സമ്മേളനം കേട്ടോ. എന്താണ്? വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിപ്പോ അല്ല ഉച്ചക്കത്തെ വാർത്താ സമ്മേളനത്തിപ്പോൾ ഏതോ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അല്ല ഇതിപ്പോ 1 വർഷമാകുകയാണ്. അപ്പൊ കോൺഗ്രസിന്റെ 100 വീട്, പിന്നെ പണമൊക്കെ ആപ്പിലുണ്ട്, ആപ്പിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ അയാൾ പണിയിപ്പോയി. അപ്പൊ വൈകിട്ട് വീണ്ടും പറഞ്ഞത് 3 വാർത്താ സമ്മേളനം നിർബന്ധമാണ് ദിവസം. മരുന്ന് കഴിക്കുന്നത് പോലെ പിണറായിയെ ചീത്ത വിളിക്കുക, സർക്കാരിനെ കുറ്റം പറയുക, ഇതാണ്. അപ്പോഴോ വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ അല്ല ഏതോ ഒരു മാധ്യമ പ്രവർത്തകർ ഫോൺ എടുത്തിട്ട് ആപ്പ് നോക്കി, KPCC വയനാട് ഫണ്ട്, ആപ്പില്ല. അപ്പൊ പ്രതിപക്ഷം ആപ്പില്ല. അപ്പൊ അവസാനിച്ചു, ആപ്പുമില്ല, കോപ്പുമില്ല. ഇതാണ് അവസ്ഥ. ഇല്ലേ? ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. 430 വീട് പറഞ്ഞു. ഒരു 10 വർഷത്തിനെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. പിണറായി വിജയൻ ഏതെങ്കിലും ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ അന്നൊരു ഒരു സംഘമുണ്ട് കോൺഗ്രസിൽ. ഇത് ഞങ്ങളുടെ അപ്പൂപ്പനിട്ട കല്ലാണ്, അല്ലെ ഞങ്ങളുടെ മുത്തശ്ശി കണ്ട സ്വപ്നമാണ്. അവരാണ് ഇതിന്റെ പ്ലാൻ തയ്യാറാക്കിയത്, അവരാണ് ഇതിന്റെ സ്ഥലം കണ്ടെത്തിയത്, അല്ലെങ്കിൽ അവരാണ് ഇതിന്റെ DPR തയ്യാറാക്കിയത്. അതുകൊണ്ട് ഞങ്ങളുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പനാണ് ഇതിന്റെ കല്ലിട്ടത്. അതുകൊണ്ട് നിങ്ങളെ അല്ല. ഇങ്ങനെ സംഘപ്പുണ്ട്. എന്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ ഇതാണ് ഞങ്ങളാണ്. ഇല്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കൃതിയെ പരാമർശം എടുത്താൽ ഞങ്ങൾ 8 കാലം മുമ്പ് എന്നൊക്കെ പറയാം. നമ്മളിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രത്യേകത എന്താണ്? അങ്ങനെ പറയാനെങ്കിലും 2 കല്ലിട്ടോ വയനാട്. 430 വീട് എന്ന പച്ചക്കള്ളം. ആകെ 408 പേരുടെ വീട് വേണ്ടു. അതാണ് മറ്റൊരു കാര്യം. ഇപ്പൊ 408 വീടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ജനുവരിയിൽ അത് കൊടുക്കുകയും ഇവരൊക്കെ 430 പറഞ്ഞു. ഓർമ്മിക്കണം, ഇവർ പ്രതിപക്ഷത്തിരുന്നിട്ടാണ് ഇങ്ങനെ. ഈ സംഘം ആവശ്യപ്പെടുന്നത് ഈ സംഘത്തെ കേരളത്തിന്റെ വർണ്ണമേൽപ്പിക്കണമെന്നാണ്. പ്രതിപക്ഷത്തിരുന്നിട്ട് വയനാട്ടിലെ 500 പേരുടെ മരണപ്പെട്ട മനുഷ്യരുടെ പേരിൽ കോടികൾ കട്ടുപിടിച്ച തസ്കര സംഘമായിട്ട് കേരളത്തിലെ UDF നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവന്മാരുടെ കയ്യിലായിരുന്നു പറഞ്ഞെങ്കിലോ സെക്രട്ടേറിയറ്റിന് 4 വീല് ഘടിപ്പിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയില്ലെന്ന് ആര് കണ്ടു? ഇതായിരിക്കില്ല നമ്മുടെ നാടിന്റെ അവസ്ഥ. ഈ തസ്കര സംഘത്തെ ഭരണം ഏൽപ്പിക്കണമെന്നാണ് ഇവന്മാർ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമ്മൾ ഗഗനപൂർവമായ ചർച്ച നടത്തണം. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആവർത്തിക്കുന്നു, ദർശനങ്ങളുടെയും പ്രത്യശാസ്ത്രത്തിന്റെയും മാത്രം അടിസ്ഥാനത്തിലല്ല, മലയാളിയുടെ ജീവിതത്തെ തൊട്ട അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധിക്കാം. ഈ അനുഭവങ്ങൾ കേരളത്തിന്റെ മുമ്പിൽ നീക്കി ബാക്കിയാക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ നേതൃത്വം എന്താണ്? കേരളത്തിന് ആവശ്യമുള്ള രാഷ്ട്രീയം എന്താണ്? ഈ പ്രതിസന്ധികൾക്കും പരിമിതികൾക്കും ഇടയിൽ കേരളം കിടച്ചുപോയോ? കേരളം നിശ്ചലമായോ? കേരളം പിന്നോട്ടേക്ക് പോയോ?
ഇന്നലെയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ലീഫ്ലെറ്റ് വെളിയിൽ വന്നത്. കാരണം എന്താ, നവംബർ 2-ാം തീയതിക്ക് ശേഷം വിഴിഞ്ഞം 2ാം ഘട്ടത്തിൽ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോവാണ്, പ്രവർത്തന ഉദ്ഘാടനം. എന്താ MSCയുടെ പത്രക്കുറിപ്പ്? ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. MSCയുടെ ലീഫ്ലെറ്റിന്റെ ആമുഖ വാചകം എന്താണ്? പിന്നെ നമുക്ക് പ്രത്യേക ഒരു ഭാഗ്യമുണ്ട്, ഇതൊന്നും മനോരമയിൽ മാതൃഭൂമിയിൽ വായിക്കാൻ നമുക്ക് കഴിയില്ല. 7 മണി മുതൽ 10 മണി വരെയുള്ള പ്രൈം ന്യൂസ് ഡിബേറ്റുകൾ എവിടെയും മലയാളിയുടെ അന്തസ്സിനെ ഒരു പടി മുകളിലേക്ക് നയിക്കുന്ന ഒരു വാർത്തയും നമുക്ക് വായിക്കാൻ കഴിയില്ല. ഒന്നുകിൽ സാമൂഹ്യ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ. ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച, ദേശീയ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച MSCയുടെ വാർത്താക്കുറിപ്പിന്റെ ആമുഖ വാചകം എന്താണ്? വി വുഡ് ലൈക്ക് ടു അഡോപ്റ്റ് വിഴിഞ്ഞം. ഞങ്ങൾക്ക് ഈ തുറമുഖത്തെ ദത്തെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കേരളത്തെ നോക്കി പറയുകയാണ്. ഏതെങ്കിലും ഒരു മലയാള മാധ്യമത്തിൽ വാർത്തയുണ്ടോ? AKG സെന്ററിലേക്ക് കഞ്ഞി വെക്കുന്ന കാര്യം എന്നാ പറഞ്ഞത്? മലയാളിയുടെ അന്തസ്സിലെ അഭിമാനത്തെ വാനോളം ഉയർത്തിക്കെട്ടിക്കൊണ്ടാണ് ലോകത്തിൽ മഡഗാസ്കറിലും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലും ഒക്കെ പോകുന്ന ഏറ്റവും കൂടുതൽ ചരക്കു കപ്പൽ കമ്പനികളുടെ ലോക പ്രതീകമായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പറയുന്നു, ഞങ്ങൾക്ക് വിഴിഞ്ഞത്തെ ദത്തെടുക്കാൻ ആഗ്രഹമുണ്ട്. വി വുഡ് ലൈക്ക് ടു അഡോപ്റ്റ് വിഴിഞ്ഞം. എന്റെ കേരളീയ മാധ്യമങ്ങളിൽ ഒരു 2 കോളം വാർത്തയെങ്കിലും വലിപ്പമുള്ളതായി പ്രസിദ്ധീകരിക്കാൻ തോന്നിയില്ല. എത്ര അനുഭവങ്ങളോട് കടന്നുപോയി. ഉദ്ഘാടകൻ പറഞ്ഞു ശിശുമരണ നിരക്കിന്റെ കുറവ് ഓരോ മേഖലയിൽ. എന്താ കുറവിന്റെ പ്രത്യേകത? ഇപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം ഒന്നാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലീഗും കോൺഗ്രസ് ഒക്കെ ഇതൊക്കെ പണ്ട് പോലെ ഉള്ളതല്ലേ. ഇപ്പൊ വടകരയുടെ മുൻ MP നമ്മുടെ ലീഡറുടെ മകൻ അയാൾ പറഞ്ഞു 2 ദിവസങ്ങൾക്ക് പുറകിൽ. ഇതൊക്കെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സംഭാവനയല്ലേ? ഈ ആരോഗ്യ രംഗത്തിന് കിടന്നപക്ഷക്കാർക്ക് എന്ത് സംഭാവന? ഇതാണ് പറഞ്ഞത്. കാരണം എന്താ, രാജകുടുംബത്തിന്റെ സമയത്ത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ടായിരുന്നു. എന്താ രാജകുടുംബത്തിന്റെ സംഭാവന? അതാണ് ഡോക്ടർ പൽപ്പൂർ നേരിടേണ്ടി വന്ന അനുഭവം. വൈദ്യശാസ്ത്രം പഠിക്കാൻ മദ്രാസിയിൽ പോയി, MBBS മാസമായി കേരളത്തിൽ വന്നു. അപ്പൊ തിരുവനന്തപുരത്ത് ആശുപത്രി ജോലി ചെയ്യാൻ വന്നപ്പോഴോ ആ രാജകുടുംബം പറഞ്ഞ് ചെത്താൻ പൊക്കും, ഈ MBBS കൂടെ പ്രവേശിക്കുക. ആ രാജകുടുംബത്തെ അപ്രസക്തമാക്കിയത് ആരാണ്? അതിന്റെ നട്ടം ലഭിച്ചത് ആരാണ്? ആ ചരിത്രത്തെ പഴയകഥയാക്കിയത് ആരാണ്? 2023 എത്തിയപ്പോൾ കേരളത്തിൽ എല്ലാ വിഭാഗത്തിൽ വരുന്ന ആരോഗ്യ മേഖലയിലെ ഗവേഷക പഠനം ആഗ്രഹിക്കുന്ന മിടുമിടുക്കന്മാരായ പ്രതിഭകളും ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന മെഡിക്കൽ സയൻസിലെ ആകാശ സമാനമായ പ്രതിഭയുള്ള കുട്ടികൾക്ക് ഗവേഷണ കേന്ദ്രത്തിനായി തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനം ആരംഭിച്ച കേരളത്തിലെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിന് 2023-24 പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ആ ഗവേഷണ സ്ഥാപനത്തിന്റെ പേര് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജകുടുംബം കേരളത്തിൽ നാട്ടിയോടിക്കാൻ ശ്രമിച്ച ഈഴവ സമുദായത്തിൽ നിന്ന് ഡോക്ടർ ബിരുദം പാസ്സായി കേരളത്തിന്റെ മണ്ണിൽ ആദ്യം ചുവടുറപ്പിച്ച ഡോക്ടർ പൽപ്പൂരിന്റെ പേരിലുള്ള ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു 2023-24 കേരളത്തിലെ 2ാം പിണറായി സർക്കാർ. അതിന്റെ നാദവായി മുഖ്യമന്ത്രി. ഇതല്ലേ കേരളം ആഗ്രഹിച്ച മാറ്റം? അപ്പോഴാണ് പറയുന്നത് ഇതൊക്കെ രാജകുടുംബം ഇല്ലേ? ഏത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എടുത്ത് നോക്കാം, 1ാം സ്ഥാനം എന്ന് പറയുന്നത് വെറും 1ാം സ്ഥാനം. നമുക്ക് തന്നെ ഒരു ക്ലീശയല്ലേ. ഈ 1ാം സ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ പണം അവസാനിപ്പിക്കുക. ഇപ്പൊ ശിശുമരണ നിരക്ക് കഴിഞ്ഞ മാസം 5%. 5ആണ് കേരളത്തിന്റെ ശിശുമരണ നിരക്കിൽ എത്തുന്നത്. ഇന്ത്യയിൽ 27. നോക്കുമെന്ന അമേരിക്കയുടെ അത് 5.6 ആണ്. എന്ന് വെച്ചാൽ കേരളത്തെക്കാൾ കൂടുതൽ ശിശുമരണ നിരക്ക് അമേരിക്കയിലുണ്ട്. കേരളം എവിടെയാണ്? ഇന്ത്യയുമായിട്ട് നമുക്ക് സമീകരണങ്ങളില്ല. അമേരിക്കയും പിന്നിലാക്കിയിരിക്കുന്നു കേരളം. നമ്മൾ ഉന്തിയത്തും അഴിയൂരും ഏറാമലയും കോഴിക്കോടും കേരളത്തിലും ജനിച്ചു ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഭാഗ്യം സിദ്ധിച്ച ജനതയാണോ നമ്മൾ? നിങ്ങൾ ആലോചിക്കും. ഇപ്പൊ മയ്യയുടെ കഥാകാരൻ നെന്മുകുന്ദൻ അത് പാഴ്ചകൾക്ക് പുറകെ പറഞ്ഞു, ലോകമെങ്ങുമുള്ള മനുഷ്യ സമുദായത്തിന്റെ ഭൂപടം പരിശോധിച്ചാൽ മലയാളികളും ഭാഗ്യം ചെയ്തവരില്ല. മുഖനേട്ടം പ്രസിദ്ധീകരിക്കുന്നു. എന്തുകൊണ്ടില്ല? വർഗീയ കലാപങ്ങൾ, മഹായുദ്ധങ്ങൾ, കൂട്ടപ്പലായനങ്ങൾ, കൊലപാതകങ്ങൾ, കണ്ണീർ കയങ്ങൾ, ഇതിനെ അനിവാര്യ എന്നതുപോലെ നേരിടേണ്ട വരുന്ന ലോക ജനതയിൽ മലയാളി ഇല്ല. അതായിരുന്നു മുകുന്ദന്റെ പ്രതികരണം. ഇവിടെ എന്താ പ്രത്യേകത? അനുഭവങ്ങൾ, ഞാൻ ആവർത്തിക്കുന്നു, അനുഭവങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. ഇവിടെ ജനിച്ചു ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഭാഗ്യം സിദ്ധിച്ച ജനതയാണോ? കാരണം എന്താണ്? ഇതിൽ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ലോകോത്തരമാണ് നമ്മൾ. അമേരിക്കയെ കവച്ച് വെച്ചിരിക്കുന്നു. IIM ഡയറക്ടർ, IIM എനിക്ക് തോന്നുന്നു കുന്നമംഗലത്താണ് അല്ലെ? കോഴിക്കോട് കുന്നമംഗലത്തിന്റെ സമീപം. IIM ഡയറക്ടർ ഇപ്പോൾ ഇരിക്കുന്നയാൾ കൽക്കട്ട സ്വദേശിയാണ്, ഡെമോക്രറ്റ് ചാറ്റർജി. 3 ആഴ്ചകൾക്ക് പുറകിലാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ അയാൾ അഭിമുഖമുണ്ട്. അയാൾ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറയുകയാണ്, കേരളത്തെ കുറിച്ച്. ഈ എക്സ്പ്രസിന്റെ ലീഡ് വാചകം അയാളുടെ പ്രതികരണമാണ്. എന്താ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യാതൊരു ആഭിമുഖ്യവുമില്ല ഇപ്പോഴത്തെ കോഴിക്കോട് IIM ഡയറക്ടർക്ക്. ആ ഡയറക്ടറായ ഡെമോക്രറ്റ് ചാറ്റർജിയുടെ പ്രതികരണം എന്താണ്? ഡോണ്ട് ട്രൈ ടു കൺഫ്യൂസ് മീ.
കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സമീകരിക്കേണ്ടത് യൂറോപ്പുമായിട്ടാണ്. ആ എക്സ്പ്രസിലെ വാചക പ്രകാരമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് കേരള ഷാൽ ബി കമ്പയർഡ് വിത്ത് നോർത്തേൺ യൂറോപ്പ് പറയുന്നത്. ഇപ്പോഴത്തെ കോഴിക്കോട് IIM ഡയറക്ടറാണ്. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ ആകാശം നിങ്ങൾ പരിശോധിക്കണം. ഇന്ത്യയുടെ യാഥാർത്ഥ്യം എന്താണ്? ടൈംസ് ഓഫ് ഇന്ത്യ അല്പനാളുകൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട്. ഉത്തർപ്രദേശിലെ നിസാംപൂരിൽ 10ാം ക്ലാസ് പാസ്സായ രാം കേവലിനെ അവിടുത്തെ പ്രസിഡന്റ് ആദരിക്കുക. അപ്പൊ നമുക്ക് തോന്നാം 10ാം ക്ലാസ് പാസ്സായുള്ള ഒരു ദേശീയ വാർത്തയാണോ? ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒഞ്ചിയത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു 100 ദേശീയ വാർത്ത ഉണ്ടാവും അല്ലെ? 10ാം ക്ലാസ് പാസ്സായത് നമുക്ക് കൗതുകം. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ദേശീയ വാർത്തയാണ്. അപ്പൊ പ്രസക്ത നോക്കുമ്പോൾ എന്താണ്? 947 നിന്ന് 2025 വരെ നിസാംപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും ഒരു വിദ്യാർത്ഥി പോലും 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. 2025 പാസ്സാകുന്നത് സർപഞ്ച്, നമുക്കാണ് പ്രസിഡന്റ്, ഇത്രയും സർപഞ്ചാണ്. സർപഞ്ച് 78 വർഷത്തിൽ കൊണ്ട് ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി 10ാം ക്ലാസ് പാസ്സായ രാം കേവലിനെ ആദരിക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ ആകാശം. ഈ ആകാശത്തിന് കീഴിലാണ് ഞാൻ നിങ്ങൾ ഒത്തുചേരുന്നത്. ചെറുകാടിന്റെ പ്രസക്തമായ വാദമുണ്ട്. എന്റെ മുരിങ്ങാ മരച്ചോട്ടിൽ നിന്നിട്ടാണ് ഞാൻ നക്ഷത്രങ്ങളെ കാണുന്നത്. ഒഞ്ചിയത്ത് നമ്മുടെ വീടിന്റെ ഇറയത്തിരുന്നുകൊണ്ട് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കണം. ഇവിടെ ജനിച്ച് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ പരിഗണനയുള്ള അവകാശപൂർണമായ മനുഷ്യാന്തസ്സുള്ള ജനസമൂഹമായി നമ്മൾ മാറിയോ? നിങ്ങൾ കാണാൻ ഈ കോഴിക്കോട് നിന്നല്ലേ നമ്മുടെ ശിരൂരിന് സമീപമുള്ള ഭവാനിപ്പുഴയിൽ മരിച്ചുപോയ ആരാണ്? അർജുൻ അല്ലെ? എല്ലാവരും പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, 3ാം ദിവസം SFIയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് M വിജിൽ, അതോടൊപ്പം സഖാവ് M രാജഗോപാൽ, ഇവരൊക്കെ അവിടെ ചെന്നു. 3ാം ദിവസമാണ് വലിയ യന്ത്രങ്ങൾ കൊണ്ടാണ് തെരച്ചിൽ ആരംഭിക്കുന്നത്. ആ സമയത്ത് IPS റാങ്കുകാരനായിട്ടുള്ള കർണാടക ഉദ്യോഗസ്ഥൻ മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം, ആരാണ് ഈ ഡ്രൈവർ? ഇയാൾക്ക് വേണ്ടി മുഖ്യമന്ത്രി വിളിക്കുന്നു, IAS വിളിക്കുന്നു. മുസൂറി ട്രെയിനിങ് അക്കാദമിയിൽ തന്റെ ഒപ്പം മലയാളി കേഡറിലുണ്ടായിരുന്ന IFSകാർ, IASകാർ, IPSകാർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു, ആരാണ് ഈ ഡ്രൈവർ? കാരണം എന്താണ്? 14 പേർ അനൗദ്യോഗിക കണക്കിൽ മരിച്ചു, 13 പേരിൽ കന്നഡികരാണ്. ചായക്കടയിൽ ചായ കുടിക്കാൻ ചായക്കട നടത്തിയിരുന്ന 2 ദമ്പതികൾ നമ്മുടെ അറിവിൽ കന്നഡികരാണ്. ഇതര വാഹനങ്ങളുടെ ഉടമകളോ ഡ്രൈവർമാരോ നമ്മുടെ അറിവിൽ കന്നഡികരാണ്. അവരൊക്കെ മരിച്ചു അല്ലെങ്കിൽ കാണാതായി. ചോദ്യങ്ങളില്ല, അന്വേഷണങ്ങളില്ല, അസ്വസ്ഥകരമായ സമ്മർദ്ദങ്ങളില്ല. പക്ഷെയോ ഒരാൾക്ക് വേണ്ടി സംഭവിക്കുന്നു. പൊട്ടിത്തെറിച്ചുകൊണ്ട് വൃദ്ധനായിക്കൊണ്ടാണ് കർണാടകയിലെ IPS ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്, ഏതാണ് ഈ ഡ്രൈവർ? കാരണം എന്താണ്? മലയാളി ആത്മാഭിമാനത്തോടുകൂടെ പറഞ്ഞു, ഈ 13 പേരെയും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ആ 14 നിങ്ങളെ സമ്മർദ്ദപ്പെടുത്തിയ ഒരേ ഒരാൾ, നിങ്ങൾ ഡ്രൈവർ ആരാണ് എന്ന് പൊട്ടിത്തെറിച്ച് ചോദിച്ച ഒരേ ഒരാൾ, അയാൾ മലയാളിയായ കോഴിക്കോട് സ്വദേശിയായ അർജുനാണ്. അയാളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ അന്വേഷണങ്ങൾക്ക് മറുപടി ലഭിച്ചേ മതിയാവുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്? ഇന്ത്യൻ ആകാശത്ത് മലയാളിയുടെ ജീവനോളം വില മറ്റൊരു സംസ്ഥാനത്തെ മനുഷ്യനുമില്ല. എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ ഇവിടെ ജനിച്ച് ജീവിക്കുമ്പോൾ ആർജിച്ചെടുക്കുന്ന മനുഷ്യാന്തസ്സിന്റെ ആകാശ സമാനമായ പ്രസക്തി, പ്രത്യേകത. അതാണ് എമ്മുകുന്നൻ മറ്റൊരു ഭാഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഈ അനുഭവങ്ങൾ. ഏതാണ് ഈ ഡ്രൈവർ എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്ന കർണാടകക്കാരനായ IPSകാരനോട് നമ്മൾ മലയാളി പറഞ്ഞത് അത് മലയാളിയാണ്. ആ അന്വേഷണത്തിന്, ആ അസ്വസ്ഥതകൾക്ക്, ഈ സമ്മർദ്ദങ്ങൾക്ക് നിങ്ങൾ വശംവദനായേ മതിയാവുകയുള്ളൂ. ഞങ്ങൾക്ക് മറുപടി ലഭിച്ചേ മതിയാവുകയുള്ളൂ. നിങ്ങൾ ആലോചിക്ക്. ചെറുകാടിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒഞ്ചിയത്ത് നമ്മുടെ വീടിന്റെ ഇറയത്തിരുന്നുകൊണ്ട് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കണം. ലോകത്തിന്റെ അനുഭവങ്ങളിൽ, ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇവിടെ ജനിച്ച് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ അവകാശപൂർണമായ മനുഷ്യാന്തസ്സുള്ള ജനതയായി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ VVIP ആയി നമ്മൾ മാറിയോ? അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യും. അതുകൊണ്ടാണ് ഈ ആധുനിക നവകേരളത്തിലേക്കുള്ള യാത്ര തുടരേണ്ടതുണ്ടോ? ഇപ്പൊ IBMന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞ എന്താണ്? മൈഗ്രേഷൻ അവസാനിച്ചു. A1, A2, B1, B2 ഒക്കെ പഠിച്ച് ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ, UK, USA അത് ഏറെക്കുറെ അവസാനിക്കുക. ഇപ്പൊ ലിങ്ക്ഡിൻ, നമ്മുടെ എക്സ്, ട്വിറ്റർ ഒക്കെ പോലെയുള്ള മറ്റൊരു സാമൂഹ്യ മാധ്യമമാണ്. ലിങ്ക്ഡിന്റെ ഈ വർഷത്തെ പ്രൊഫൈൽ പറയുന്നത് എന്താണ്? 40,000 പേർ റിവേഴ്സ് മൈഗ്രേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന USCCS കരുതുക, അതൊരു MNC ആണെന്ന് കരുതുക. USCCS ഒഞ്ചിയത്തും ശാഖയുണ്ട്, ന്യൂയോർക്കിലും ശാഖയുണ്ട്. ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്ന ആൾ പറയുകയാണ്, ഒഞ്ചിയത്ത് ശാഖ തുടങ്ങി, അപ്പൊ ഞാൻ ഒഞ്ചിയം ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ചെയ്യാം. പ്രൊഫഷണൽ പറയുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. അപ്പോഴോ അങ്ങനെ സ്വിച്ച് ചെയ്തു. കാരണം എന്താണ്? ലോകോത്തര കമ്പനികൾ, വ്യവസായങ്ങളൊക്കെ കേരളത്തിലേക്ക് അണമുറിയാതെ പ്രവാഹം എന്നതുപോലെ പോരുകയാണ്. ഉദ്ഘാടകൻ പറഞ്ഞു. കാരണം എന്താണ്? പശ്ചാത്തല സൗകര്യ വികസനമായിരുന്നു കേരളത്തിന്റെ പ്രതിസന്ധി. ഈ മൈഗ്രേഷൻ കാരണം EMS പറയുന്ന പ്രസക്തമായ വാദമുണ്ട്. ഒരു വികസന പ്രശ്നം അവസാനിക്കുമ്പോൾ അത് എന്നേക്കുമായി അവസാനിക്കുകയല്ല,
അത് പുതിയ പ്രശ്നത്തെ തുറന്നു വയ്ക്കുകയാണ്. ഇപ്പോ ഉത്തരേന്ത്യയിലെ രാംകേബറിന്റെ നിസാംപൂറിന്റെ അവസ്ഥ ഒഞ്ചിയൻ ഗ്രാമപഞ്ചായത്തിൽ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഒരു നൂറ്റാണ്ട് മുമ്പ് അയ്യങ്കാളിയുടെ കൈപിടിച്ചുകൊണ്ട് പോയ പഞ്ചമീരുന്ന സ്കൂൾ കത്തിച്ചു കളഞ്ഞ കേരളത്തിൽ അതിനെ പഴങ്കഥയാക്കി EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കി. എന്റെ തലമുറ വന്നപ്പോഴോ 54% പെൺകുട്ടികൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി. ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം. അടിസ്ഥാന വിദ്യാഭ്യാസം ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആവുകയാണ്. അപ്പൊ പറമ്പിൽ പണിക്ക് പോകണമെന്ന് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയ ഒരു കുട്ടിയോട് പറയും, അത് നടക്കില്ല. തൊഴിലുറപ്പിന് പോകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം എന്താണ്? ഞങ്ങൾ വിദ്യാഭ്യാസം നേടി, ഞാൻ പൊതുസമൂഹത്തിന്റെ കാഴ്ചയിൽ അന്തസ്സും അഭിമാനവുമുള്ള വേതനമുള്ള ജോലിയിലെ ഞങ്ങൾ പോകൂ. അത് കൊടുക്കുന്നതിൽ കേരളത്തിൽ പ്രതിസന്ധി ഉണ്ടായി. കാരണം എന്താണ്? എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു, അവരെല്ലാവരും ഹയർ എഡ്യൂക്കേഷൻ ആസ്പിറന്റ് ആയി, അവർക്ക് എല്ലാവർക്കും പ്രതിഭാധനരായ കുട്ടികൾക്ക് ഒരു അണാ പൈസ കൊടുക്കാതെ സാർവത്രികവും സൗജന്യമായി ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ടായി. എല്ലാവരും ഹയർ എഡ്യൂക്കേഷൻ ആസ്പിറന്റ് ആയപ്പോൾ, ഉന്നത വിദ്യാഭ്യാസം ഉള്ളതായി മാറിയപ്പോൾ അവർക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന തൊഴിൽ കൊടുക്കാൻ കേരളത്തിലുണ്ടായിരുന്നു. അതെന്താണ്? വിദ്യാഭ്യാസത്തിലെ പ്രശ്നം പരിഹരിച്ചപ്പോൾ പുതിയ പ്രശ്നം ഉയർന്നു, അത് തൊഴിലാണ്. ആ തൊഴിലിന്റെ പ്രശ്നത്തെ എങ്ങനെ പരിഹരിച്ചു? നമ്മൾ സാധാരണ പെൻഷൻ കൊടുക്കും, ആശുപത്രി നന്നാക്കും, സർക്കാർ സ്കൂൾ പണിയും, ക്ഷേമരാഷ്ട്രത്തിന്റെ മാനകങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കും, വലിയ റോഡ്, വലിയ പാലം, ഉപരിഗതാഗത സംവിധാനങ്ങളൊക്കെ കുറവായിരുന്നു. ഈ ഗവൺമെന്റ് വന്നപ്പോഴോ കേരളത്തിൽ 1-2 ഗവൺമെന്റുകളെ വിലയിരുത്തുക. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടി ക്ലാസ് പറയുന്ന വാചകമുണ്ട്, അടിത്തറ മേൽക്കൂര സിദ്ധാന്തം. പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ അടിത്തറയും മേൽക്കൂരയും പൊളിച്ചെറിയ സർക്കാർ എന്ന നിലയിലായിരിക്കും ഈ ഗവൺമെന്റിന്റെ വരുംകാലം വിലയിരുത്തുക. ഇവിടെ സൂചിപ്പിച്ച ഉദ്ഘാടകൻ പറഞ്ഞ ദേശീയപാത, ദേശീയ ജലപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വാട്ടർ മെട്രോ, കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറയിൽ ഇൻഫോ പാർക്കിലേക്കുള്ള തേർഡ് ഫോയ്സ് ഒക്കെ യാഥാർത്ഥ്യമായി. അപ്പോഴോ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ CEO ഇന്നലെ പറയുകയാണ്, കർണാടകത്തിൽ 2000 കോടി നിക്ഷേപിച്ച് ഞങ്ങൾ കേരളത്തിൽ 12,000 കോടി നിക്ഷേപിക്കും. കാരണം എന്താണ്? കർണാടകയിൽ ബാംഗ്ലൂരിൽ, ആന്ധ്ര തെലങ്കാന ചെന്നാൽ ഹൈദരാബാദ് ഉണ്ട്, വിശാഖപട്ടണം ഉണ്ട്. ദേശീയപാതയും ദേശീയ ജലപാതയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വാട്ടർ മെട്രോയും കൊച്ചി മെട്രോയും ഒക്കെയുള്ള കേരളത്തിൽ വന്നാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ നഗരമാണ്. റൂറൽ അർബൻ വ്യത്യാസം ഇല്ല. ഗ്രാമനഗര അന്തരം ഏറ്റവും കുറവാണ്. ഒഞ്ചിയത്ത് കിട്ടുന്നത് എന്തും നാദാപുരത്ത് കിട്ടും. നാദാപുരത്ത് കിട്ടുന്നതിൽ കോഴിക്കോട് കിട്ടുന്ന നല്ലൊരു ഭാഗം നാദാപുരത്ത് കിട്ടും. കോഴിക്കോട് കിട്ടുന്നതിൽ നല്ലൊരു പങ്ക് തിരുവനന്തപുരത്തും എറണാകുളത്തും ആലപ്പുഴയിലും കിട്ടും. കാരണം എന്താണ്? കേരളം ഒറ്റ നഗരമാണ്. ഇതിൽ വലിയ വ്യത്യാസങ്ങളില്ല. എവിടെ നിക്ഷേപിച്ചാലും അതിന് ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടും. അപ്പോഴോ ഇവിടെ സൂചിപ്പിച്ച ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാമതായിരുന്ന കേരളം ഇപ്പോ വ്യവസായ മന്ത്രിയുടെ വാക്കുകളെടുത്ത മുമ്പ് കേരളത്തിന് പിന്നിലാരും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കേരളത്തിന് മുന്നിലാരില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കേരളത്തിന് മുന്നിലായിരുന്നില്ലാന്ന് വെച്ചാൽ നമ്മൾ 1ാം സ്ഥാനത്തെത്തി. ഇത് ഏറ്റവും ഉയർന്ന കൂലിയിൽ, ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യത്തിൽ, ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കിൽ, ഏറ്റവും ഉയർന്ന സുസ്ഥിര വികസനത്തിൽ, ഏറ്റവും ഉയർന്ന സാർവത്രിക ആരോഗ്യ രംഗത്ത്, ഏറ്റവും സൗജന്യ ചികിത്സയിൽ, ഏറ്റവും വലിയ സാർവത്രിക വിദ്യാഭ്യാസ രംഗത്ത്, ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പരമ്പരാഗത സൂചികയിലല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന നിക്ഷേപ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ 2021-28 ആയിരുന്ന കേരളം CHനെ സ്മരിക്കാൻ അഴിയുടെ ഒത്തുചേരുമ്പോൾ 1ാം സ്ഥാനത്താണ്. അപ്പോഴാ പറയുന്നത് എന്താ? മൈഗ്രേഷൻ അല്ല, റിവേഴ്സ് മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ് ഇൻ കേരള. ലിങ്ക്ഡിൻ പറയുന്നു 40,000 കുട്ടികൾ അമേരിക്കയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് സ്വിച്ച് ചെയ്തു. ഈ പറയുന്ന 2ാമത്തെ വാചകം എന്താണ്? ബ്രെയിൻ ഡ്രെയിൻ, റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ കേരള. കാരണം പ്രതിഭയുള്ള കുട്ടികൾ ഒഞ്ചിയത്തെ ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് പോവുകയല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ പ്രതിഭ നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും ടാലന്റ് പോയിന്റുള്ള സ്ഥലം കേരളമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തിലേക്ക് വരികയാണ്. കാരണം എന്താണ്? അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകമുണ്ട്, പ്രതിഭ പ്രചാരം രീതി. അത് അവരുടെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകളെ സംബന്ധിച്ച പുസ്തകം. അതിലൊരു വാചകമുണ്ട്, നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വാചകമാണ്. ഡൽഹിയിലെ ഏറ്റവും മോശം വായു ശ്വസിക്കാൻ എന്റെ അമ്മ മേരി ഒരിക്കൽ പോലും ഡൽഹിയിലേക്ക് വന്നിരുന്നില്ല. കാരണം എന്താണ്? ഏറ്റവും സ്വച്ഛന്തമായ വായുവും വെള്ളവും വൈദ്യുതിയുമുള്ള ഇന്ത്യയിലെ 1ാമത്തെ സ്ഥലം കേരളമാണ്. വർഗീയനാമമില്ലാത്ത ഈ സൗകര്യങ്ങളുള്ള പശ്ചാത്തല സൗകര്യ വികസനത്തിൽ റെക്കോർഡ് ഉണ്ടാകുന്ന വൈദ്യുതിയും വെള്ളവും വെളിച്ചവും ഇടതടവില്ലാതെ ലഭിക്കുന്ന കേരളത്തിലേക്ക് ഇതിന്റെ തുടർച്ച തിരിച്ചുവരവ് ഉണ്ടാവുകയാണ്. ഈ കേരളത്തിന്റെ യാത്ര തുടരേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ONVയുടെ കവിത പറയുന്നത് പോലെ നിശബ്ദരാക്കപ്പെടും മനുഷ്യർ തൻ ശബ്ദങ്ങൾ എങ്ങും നിന്നൊക്കെയോ കേൾക്കുന്നു. നമ്മൾ ജയിക്കും, ജയിക്കും ഒരു ദിനം വന്നിടും, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളാണ് ഈ ഭൂമി. ഗുസ്താവോ പെട്രോയുടെ അമൃതാവിൽ ചുംബിക്കുന്ന ലുലൂഡിസഭയുടെ ചിത്രം മുതൽ ആ രാഷ്ട്രീയത്തെ കടലിലുമ്പം പോലെ കാത്തു സംരക്ഷിക്കുന്ന കേരളത്തിൽ
ശ്രീനാരായണ ഗുരുവിന്റെ സോദരത്വനായിരുന്ന രാഷ്ട്രീയ കരുത്ത് വരെ നമ്മോട് സൂചിപ്പിക്കുന്നത് നിശബ്ദരാക്കപ്പെടും മനുഷ്യരുടെ ശബ്ദങ്ങളുടെ തിരിച്ചുവരവും അതിന്റെ പ്രകോപനവുമാണ്. വോയിലി വിശദീകരിക്കുന്നത് പോലെ നിശബ്ദരാക്കപ്പെടും മനുഷ്യർത്തൻ ശബ്ദങ്ങൾ എങ്ങു നിന്നൊക്കെയോ കേൾക്കുന്നു. നമ്മൾ ജയിക്കും ഒരു ദിനം വന്നതും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളാണ് ഈ ഭൂമിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ചൈത്രയാത്രയ്ക്കും തിരിച്ചുവരവിനും ഒഞ്ചിയത്ത് വേഴാമയിൽ വഴിയൂരിലുമൊക്കെ നമുക്ക് കരുത്ത് വരട്ടെ എന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചൈത്രയാത്രയ്ക്ക് അത് കൂടുതൽ ഇന്നമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനം.